കടമെടുത്ത് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ അയൽ രാജ്യത്തോട്ട് നോക്കിയാൽ മതി. പാകിസ്ഥാനാണ് ആ രാജ്യം. യുദ്ധം ചെയ്യാൻ പോലും കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6,86,000 കോടി രൂപ വരും. എന്നാൽ പാകിസ്ഥാന്റെ പ്രതിരോധ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10,000 കോടിയിലും താഴെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കയ്യിലാണെങ്കിൽ 5ന്റെ പൈസ ഇല്ല. രാജ്യമാണെങ്കിൽ പിളരാൻ നിൽക്കുന്നു. ആട്ടയ്ക്കും മൈദയ്ക്കും പോലും അവിടെയുള്ള ജനങ്ങൾ അടികൂടുകയാണ്. ഇപ്പോഴാണെങ്കിൽ കുടിക്കാൻ വെള്ളവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ IMFന്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, 10,000 കോടിയുടെ നാശനഷ്ടമുണ്ടായി, ഞങ്ങൾക്ക് ഇനി ബുള്ളറ്റ്സ് ഒക്കെ മേടിക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ തരണം. ഇന്ത്യ അത് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. എങ്കിലും IMF ലോൺ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ തെരുവിലാണ്. ആ ജനങ്ങൾ തെരുവിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്നുള്ളതാണ്. അവർക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ ജനങ്ങൾ തെരുവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെരുവിൽ വന്ന ജനങ്ങളെ പാകിസ്ഥാൻ എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്നത്. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ യുദ്ധത്തിലേക്ക് നീങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോട് ഭക്ഷണത്തിനായി യാചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നാവികസേനയും ഏകോപിച്ച് നടത്തിയ വൻ ആക്രമണം പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതി വളരെ പിരിമുറുക്കമുള്ളതായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സൈന്യം അതെല്ലാം പരാജയപ്പെടുത്തുകയല്ല. 50-ലധികം പാകിസ്ഥാനി ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, നിരവധി മിസൈലുകൾ എന്നിവ ഇന്ത്യ തകർത്തു. പാകിസ്ഥാൻ അധിനിവേശത്തിലുള്ള ആസാദ് കശ്മീരിന്റെ 60 കിലോമീറ്റർ പ്രദേശത്ത് ഇന്ത്യൻ കരസേന പ്രവേശിച്ചു. വളരെ വലിയ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യത്തിലും പാകിസ്ഥാൻ ആശയക്കുഴപ്പത്തിലാണ്. അതിന്റെ ഇവോക് സിസ്റ്റവും നശിപ്പിക്കപ്പെട്ടു. കൂടാതെ പണത്തിന്റെ കടുത്ത ക്ഷാമവും പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സൗഹൃദ രാജ്യങ്ങളോട് യാചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ വായ്പ എടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഭക്ഷണത്തിന് വേണ്ടി, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വായ്പ എടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെയും ഇസ്രായേലിന്റെയും ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ വൻ നാശനഷ്ടം പാകിസ്ഥാൻ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയമാണ്, അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പാകിസ്ഥാനിലെ ഈ സർക്കാരിനെതിരെ ആരംഭിച്ചു കഴിഞ്ഞു. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്നത്തെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ പാകിസ്ഥാനെ സഹായിക്കാനായി, നമുക്കറിയാം, തന്റെ കൂറ്റൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എന്റർപ്രൈസ് ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. എന്റർപ്രൈസ് ഇപ്പോഴും മലാക്ക കടലിടുക്കിലായിരുന്നു. എപ്പോഴും ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കാൻ പോവുകയായിരുന്നു. ഇന്ത്യൻ സൈന്യം അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ പൂർണ്ണമായും കൈവശപ്പെടുത്തി. ധാക്കയിലെ 93,000 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. അതൊരു ലോക റെക്കോർഡായിരുന്നു. ഈ വാർത്ത കേട്ടതിനു ശേഷം എന്റർപ്രൈസ് മടങ്ങി. എന്നാൽ ഇത്തവണ അമേരിക്ക പാകിസ്ഥാന് ഒരു തരത്തിലുള്ള സഹായവും നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മുടെ രാജ്യം 2014 ശേഷം മാറിയിരിക്കുന്നു. നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സഹായം കൊടുത്താലും സഹായം കൊടുത്തില്ലെങ്കിലും ഇന്ത്യ ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും പട്ടിണിയും വെള്ളമില്ലായ്മയും പിളർപ്പിന്റെയും ഒക്കെ വക്കിലെത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.